إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ആൽ ഇംറാൻ 92-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം ലൻ തനാലുൽ ബിർറ, നിങ്ങൾ പുണ്യമെത്തിക്കുകയില്ല, അല്ലെങ്കിൽ നിങ്ങൾ പുണ്യവാന്മാരാകുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഹത്താ തുൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ, മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്നും നിങ്ങൾക്ക് പ്രിയങ്കരമായതിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ പുണ്യവാന്മാരാകില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നമുക്ക് ഇഷ്ടപ്പെടാത്ത നാം പാവങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല, അത് നാം അല്ലാഹുവിന്റെ മാർഗത്തിൽ അത് ചെലവഴിക്കാൻ പാടില്ല എന്നാണ് അല്ലാഹു പറയുന്നത്. നമുക്ക് അങ്ങേയറ്റം പ്രിയങ്കരമായത് വേണം നാം ചെലവഴിക്കാൻ. അപ്പോൾ മാത്രമേ നാം പുണ്യവാന്മാരാകുകയുള്ളൂ. വമാ തുൻഫിഖൂ മിൻ ഷൈഇൻ, നിങ്ങൾ യാതൊന്നു തന്നെ ചെലവഴിച്ചു കഴിഞ്ഞാലും ഫഇന്നല്ലാഹ, അപ്പോൾ നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ബിഹി, അതിനെപ്പറ്റി അലീമുൻ, അറിയുന്നവനാകുന്നു എന്നാണ് അല്ലാഹു പറയുന്നത്. നിങ്ങൾ യാതൊന്നു ചെലവഴിച്ചാലും അതിനെപ്പറ്റി അല്ലാഹു അറിയുന്നവനാണ്. അത് നിങ്ങൾ ഏത് രൂപത്തിൽ ചെലവഴിക്കുന്നു, ഇഷ്ടപ്പെട്ടിട്ടാണോ ഇഷ്ടപ്പെടാതെയാണോ എന്നൊക്കെ അല്ലാഹുവിനറിയാം. ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അനുചരന്മാർ അതിനെങ്ങനെ പ്രതികരിച്ചു എന്ന് നോക്കാം. നമുക്ക് നോക്കാമതെങ്ങനെയാണ് അവിടെ പ്രതികരണമെന്ന്. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് അങ്ങേയറ്റം പ്രിയങ്കരമായ ഒരു തോട്ടമുണ്ടായിരുന്നു. ബൈറുഹ എന്നാണ് അതിന്റെ പേര്. ആ ബൈറുഹ എന്ന് പറയുന്ന ആ തോട്ടം, അത് ആ അങ്ങേയറ്റം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആ തോട്ടം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലേക്ക് ആ സ്വഹാബി സംഭാവന ചെയ്യുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അത് ലാഭകരമായ ഒരു ധനമായി മാറിയല്ലോ, അതൊരു ലാഭകരമായ ധനമായി മാറിയല്ലോ, അതുകൊണ്ട് നിന്റെ അടുത്ത ബന്ധുക്കൾക്ക്, ആശ്രിതർക്കും അത് നീ വീതിച്ചു കൊടുക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിക്കുകയാണ്. അത് പ്രകാരം അദ്ദേഹം അത് വീതിച്ചു കൊടുക്കുകയാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അതേ പ്രകാരം ഖൈബർ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ തനി മുതലായി ലഭിച്ച ഒരു തോട്ടമുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന് പ്രിയങ്കരമായിരുന്നു. അത് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അദ്ദേഹം ചെലവഴിച്ചു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് ലഭിച്ച ഒരു റോമൻ അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. ആ അടിമ സ്ത്രീയെ അദ്ദേഹത്തിന് വളരെയധികം പ്രിയങ്കരമായിരുന്നു. അവരെയും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അവർ എന്തു ചെയ്തു? മോചിപ്പിക്കുകയാണ് ഉണ്ടായത്. ഈ രൂപത്തിൽ അല്ലാഹുവിന്റെ ആയത്തുകൾ അവതരിച്ചപ്പോൾ സ്വഹാബത്ത് അതിനുവേണ്ടി പ്രതികരിച്ചതുപോലെ നാം പ്രതികരിക്കണം.